നമസ്കാരം എല്ലാവർക്കും. ഹാപ്പിനെസ് നമസ്കാരം എല്ലാവർക്കും. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം എല്ലാവർക്കും. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബിസിനസ്സുകാർ പൊതുവെ ഓരോ ദിവസവും അവനവന്റെ ബിസിനസിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പെടാപ്പാട് അല്ലെങ്കിൽ എന്താ പറയുക അധ്വാനിക്കുന്നവരാണ്. ഞാൻ ആ വാക്ക് പെടാപ്പാട് എന്നുള്ളത് പിൻവലിക്കുന്നു. അധ്വാനിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് ബിസിനസ് ശരിക്കും ചില അളന്നു നോക്കിയാൽ ബിസിനസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അവസാനം എന്തോ എവിടെയോ ഒരു കുഴപ്പം, ഒരു കുറവ് നമുക്ക് അനുഭവിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എനിവേ, അതല്ല ഞാൻ പറയാൻ പോകുന്നത്. നമ്മള് സ്ഥിരമായി ഈ ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിസിനസ് വളർത്താനുള്ള മാനസികമായ ഒരുക്കത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മാനസികമായ ഒരുക്കം നമ്മൾ നടത്താത്തത്തോളം കാലം നമുക്ക് ബിസിനസ് സക്സസ് ചെയ്യാൻ പറ്റില്ല, സക്സസ് ആക്കാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഇനി തുടർ ദിവസങ്ങളിൽ എങ്ങനെയാണ് നന്നായിട്ട് സെയിൽസ് ചെയ്യുക, എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുക, എങ്ങനെയാണ് അക്കൗണ്ട്സിന്റെ വർക്ക് എന്തായിരിക്കും എന്നതിനെപ്പറ്റി വിശദമായി തന്നെ ഞാൻ ഓരോ സെഷൻ ബൈ സെഷൻ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ വളർത്താൻ നമുക്കുണ്ടാവുന്ന മാനസികമായ തയ്യാറെടുപ്പിന് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒരു കാര്യം ചെയ്യുക, ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്തോളൂ, ഐ എം എ പ്രോഫിറ്റ് മേക്കർ എന്നുള്ള ആപ്തവാക്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, റെഡി? നോക്കൂ, നമ്മുടെ ബിസിനസ് വളർത്താൻ നമുക്ക് നല്ല പ്രയത്നമുണ്ട്. പക്ഷെ ഒരു മാന്ത്രികമായ ഒരു വിദ്യ കൂടി അറിഞ്ഞാലോ നോക്കാം, അല്ലെ? മാജിക്കൽ ടിപ്സ്, മാജിക്കൽ ടെക്നിക് ഒന്നുമല്ല. അത് ഒരു വാക്കങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ മന്ത്രമല്ല മായമല്ല അങ്ങനെയൊന്നല്ല. മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആക്ച്വലി അത് അവിടെ ഉണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ദർ ഇസ് എക്സിസ്റ്റൻസിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്കത് മാന്ത്രിക വിദ്യ, മനസ്സിലാക്കിയവന് അത് മാന്ത്രിക വിദ്യ. ഇപ്പൊ എനിക്ക് ഞാൻ ഈ പറഞ്ഞത് മാന്ത്രിക വിദ്യ അല്ല, ആദ്യമായിട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് അതിൽ മാന്ത്രിക വിദ്യയായി തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വാക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ. നോക്കൂ, നമ്മൾ ബിസിനസ് ഉടമ എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസവും ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണ്. നമ്മളെല്ലാം ടൈമിങ്ങിനാണ് പൈസ വാങ്ങിക്കുന്നത്. ടൈമിംഗ് ആണ് മണി, ടൈം മേക്ക് മണി എന്നാണ്. അപ്പോൾ ഒരു ദിവസം എങ്ങനെ ആരംഭിക്കണം എന്നത് ഒരു ബിസിനസ്സുകാരന്റെ വളർച്ചയെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. ആ വളർച്ച കൃത്യമായി പ്ലാൻ ചെയ്യുന്ന പ്രഭാതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 10 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ 10 കാര്യങ്ങൾ ചിട്ടയായ ഒരു പ്രഭാതചര്യ നിങ്ങൾ പിന്തുടരുമ്പോൾ നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ഇത് ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട 10 സിദ്ധാന്തങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ 5 സിദ്ധാന്തങ്ങൾ പറയും, അടുത്ത ഒരു വീഡിയോയിൽ 5 സിദ്ധാന്തങ്ങൾ പറയാം. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസിനെ നിലവിലുള്ള ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. അത് വളരെ കൃത്യമായി നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. വളരെ കൃത്യമായി പറയാം. ഒന്നാമതായി നമ്മുടെ ബിസിനസിനെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താനായിട്ട് മാന്ത്രികമായ വിദ്യയിൽ ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണരുക എന്ന് പറയുന്നത്, ഇയർലി ഗെറ്റപ്പ്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് കാര്യമാണ്. ലോകത്തിൽ വിജയിച്ച 99% ആൾക്കാരും നേരത്തെ എഴുന്നേൽക്കുന്നവരായിരുന്നു എന്നുള്ളത്. ഇല്ലാത്തവൻ, നിങ്ങൾ എക്സ്പീരിയൻസ് എടുത്തോളൂ, ആര് വേണമെങ്കിൽ ചലഞ്ച് ചെയ്തോളൂ. സാറേ, ഞാൻ 10 മണിക്ക് എഴുന്നേറ്റ് എന്റെ ബിസിനസ് സക്സസ് ആവുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഇപ്പോൾ സക്സസ് ആവുന്നുണ്ടാവും, ലോങ് ടൈമിൽ നിങ്ങൾക്കത് സാധ്യമാവില്ല എന്ന് 100% പറയാൻ പറ്റും. അപ്പൊ ദിവസത്തിന് ഒരു നല്ല തുടക്കം കുറിക്കുന്നത് നേരത്തെ ഉണരുന്നത് കൊണ്ടായിരിക്കണം. അപ്പൊ മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പുള്ള ശാന്തമായ മണിക്കൂറുകൾ നിങ്ങൾക്ക് ശല്യങ്ങളില്ലാതെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അധിക സമയം ബിസിനസ് ഉള്ളവർ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, ഭയങ്കര ഡിസ്ട്രാക്ഷനിലായിരിക്കും. വർക്ക് നടക്കും, ജോലിക്കാർ വരും, അത് നടക്കും, ഇത് നടക്കും, ഇങ്ങനെ ഉണ്ടാവുമല്ലേ? അപ്പോഴല്ലേ ബിസിനസ് നടക്കുള്ളൂ. അപ്പൊ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സമയം രാവിലെയാണ്.
അത് നേരത്തെ ഉഴുന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ദിവസത്തിൽ ആസൂത്രണം ചെയ്യുക. 5 AM ക്ലബ്ബ് പോലുള്ള പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. അതിൽ കൃത്യമായി പറയുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് തരാം. ഇപ്പോൾ വായിക്കേണ്ട റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് എന്ന പുസ്തകം മിറാക്കിൾ മോർണിംഗ്സിനെ പറ്റി പറയുന്ന അവിടെയാണ്. അത് 5 കാര്യങ്ങൾ മിറാക്കിൾ മോർണിംഗ്സിനെ പറ്റി പറയുന്നത്. അതൊക്കെ വിശദമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ബുക്സ് ഒക്കെ എടുത്ത് റെഫറൻസ് ചെയ്ത് പറഞ്ഞുതരാം. പക്ഷെ അതിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബുക്സ് വാങ്ങിക്കണമെങ്കിൽ ആമസോണിൽ ഞാൻ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഇട്ടുതരാം. വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പൊ ഇതൊന്ന് നോക്കണം. അപ്പൊ ഒരു ദിവസത്തെ ആസൂത്രണം ചെയ്യാനും സ്വയം തയ്യാറെടുക്കാനും രാവിലെ എഴുന്നേൽക്കുക ഒരുപാട് ഗുണങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നതിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാൻ വളരെ ലളിതമായി തന്നെ പറയും, കൂടുതൽ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം വ്യായാമം ചെയ്യുക, ധ്യാനിക്കുക എന്നുള്ളത്. യോഗ ആൻഡ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ നിർബന്ധമായി പാലിക്കുക. അത് ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകാൻ പ്രഭാത വ്യായാമം സഹായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ പോവുക, നടന്നിട്ട് വന്നിട്ട് നോർമലി വാക്കിങ്ങിനെ കഴിഞ്ഞിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവം ആക്കി എടുക്കേണ്ട. അവനവന്റെ മനസ്സിലേക്ക്, അവനവന്റെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക, അവനവനെ ശ്രദ്ധിക്കുക എന്നാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ല വേറെ ഒന്നും വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട. 5 മിനിറ്റ് എവിടെയും സ്വസ്ഥമായിരുന്ന് അവനവന്റെ മനസ്സിലേക്ക് എടുക്കുക. നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ ഇവിടെ ഈ മെഡിറ്റേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ, സെയിൽസ് മെഡിറ്റേഷൻ ക്ലാസ്സുകൾ, അങ്ങനെയുള്ള ക്ലാസ് ഇതൊക്കെ ലൈവായിട്ട് നമുക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഇതൊക്കെ വരുന്നത്. അപ്പൊ ഒരു ചെറിയ നടത്തമോ യോഗയോ ജിമ്മോ വർക്കൗട്ടോ ഒക്കെ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഊർജ്ജ നില വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ 10-15 മിനിറ്റ് നേരം ധ്യാനിക്കുക. മാനസിക സമ്മർദ്ദം കുറക്കാൻ, ദിവസം മുഴുവൻ ശാന്തമായിരിക്കാൻ ആ രാവിലത്തെ റൊട്ടീനുകൾ സാധിക്കും. ഇത് വളരെ ലളിതമായ കാര്യമാണ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം അന്നത്തെ ദിവസത്തെ ഒരു പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ഒരു ഡയറിയോ ഡിജിറ്റൽ എന്തെങ്കിലും പ്ലാറ്റ്ഫോമോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആപ്പോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്നന്നത്തെ ജോലിയെ സംബന്ധിച്ച് മുൻഗണനാ ക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളൊക്കെ എപ്പോഴും രാവിലെ എഴുതുമ്പോൾ പാഡിൽ എഴുതിയിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്ന് വിശദമായിട്ട് എഴുതി വെക്കും. എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ദിവസം തുടങ്ങുക. അത് അതുപോലെ ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് ലിസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതും അടിയന്തരമായ ജോലികളെ ഏതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമയം പാഴാക്കുന്നത് ഒഴിവാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി ചെയ്തു. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആദ്യം ചെയ്യുക എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാനുള്ള ജോലി ഉണ്ടല്ലോ, അതിന് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് അപ്പൊ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾക്ക് രാവിലെയൊക്കെ നല്ല ഊർജം ഉണ്ടാവും, അശ്രദ്ധയൊക്കെ ഉണ്ടാവും. വൈകിട്ടാകുമ്പോൾ തീരെ കുറഞ്ഞു വരും. അപ്പൊ രാവിലെ രാവിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ നമ്മളെ എനർജി നമുക്കത് ചെയ്ത് കിട്ടുമ്പോൾ സന്തോഷപ്പെടും. അപ്പൊ നമുക്ക് എനർജി വീണ്ടും ബൂസ്റ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ ആ എനർജി പോകുമ്പോൾ രാവിലെ തന്നെ ചെയ്ത് തീർത്താൽ തന്നെ സുഖമായി അത് നടന്നു കിട്ടും എന്നുള്ള. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ളതുമായ ജോലി എന്താണോ അത് ആദ്യം പൂർത്തിയാക്കുക എന്നാണ്. ഇത് ദിവസം മുഴുവൻ നമ്മുടെ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രവർത്തനമായി മാറുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് 5 കാര്യങ്ങൾ മാത്രം ഈ സെഷനിൽ ഞാൻ പറയാം. അടുത്ത സെഷനിൽ ബാക്കി 5 കാര്യങ്ങൾ പറയാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ അറിവുകൾ നേടുക എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കണം, അറിയണം, പഠിക്കണം. ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കണം. അത് 10-15 അരമണിക്കൂറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ഗുണമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ലേഖനങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയത്തിന് വേണ്ടി കണ്ടെത്തുക എന്നുള്ളത് വളരെ കൃത്യമാണ്. ആവശ്യമുള്ളത് മാത്രം. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് 100 കണക്കിന് സംഭവം വരും. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോഡ്കാസ്റ്റുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ലേഖനങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമുള്ളത് മാത്രം കാണുക. ഏറ്റവും വിട്ടുക. അപ്പൊ പുതിയ അറിവുകൾ നേടുന്നത് വിപണിയിൽ നടക്കുന്ന മാറ്റത്തെക്കുറിച്ചും മുന്നോട്ട് പോകാനുള്ള പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്ന് തിരിച്ചറിയുക. ഈ 5 കാര്യങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് ചെയ്തു കഴിയുമ്പോൾ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് സാധ്യമാകും. ബാക്കി 5 കാര്യങ്ങൾ അടുത്ത സെഷനിൽ പറയാം. കൂടുതൽ സമയം വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം 10 മിനിറ്റിൽ തൊഴിക്കണം. അപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ലളിതമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആ ലളിതമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അതനുസരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം, നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ അനന്ത്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. കാരണം ബിസിനസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും
നമ്മൾക്ക് ഉള്ള ഒരു ഫ്രീഡം സംഭവിക്കും. അത് ഉണ്ടാക്കി പിന്നെ ഓട്ടോമേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പകൽ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമേഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന പോലെ ബിസിനസ് കഴിഞ്ഞ് വന്നിട്ട് സുഖമായിട്ട് നമുക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാമെന്നുള്ളതാണ്. ഇതെല്ലാം ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്ട്രെസ്സായിട്ട് ബിസിനസ് ചെയ്യാതെ ലളിതമായി ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇതുപോലത്തെ കുറേ കോഴ്സുകളും ക്ലാസ്സുകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ തന്നെ ചെയ്യാം. നമ്മൾ ബിസിനസ്സിന്റെ ഈ വീക്കിൽ തന്നെ നമുക്കൊരു ബിസിനസ് ശരി, ഓക്കെ, ഈ സൺഡേ 20th ഒരു സൺഡേ ഞാനൊരു ലൈവ് വരാം, ലൈവ് പ്രോഗ്രാം നടത്താം, ലൈവ് ക്ലാസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്, ഒരാഴ്ച നിൽക്കുന്ന ക്ലാസ്, ബിസിനസ് മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ നോ യുവർ ബിസിനസ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സോ ഏതെങ്കിലുമൊക്കെ എടുക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇതിലിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഗുണകരമായി മാറുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ദിസ് ഈസ് മിൻമോഹ് സൈനിങ് ഓഫ് നൗ. താങ്ക് യു. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം.